നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഓരോ വർഷം കഴിയും തോറും ഗൾഫ് രാഷ്ട്രങ്ങൾ സ്വദേശിവത്കരണവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുകയാണ്. വിവിധ മേഖലകളിൽ ഘട്ടം ഘട്ടമായി നടപടികൾ കടുപ്പിക്കുമ്പോൾ പ്രതിസന്ധിയിലാകുന്നത് പ്രവാസികളാണ്. അറിയാവുന്ന തൊഴിലിൽ നിന്ന് മറ്റൊരു തൊഴിലിലേക്ക് മാറുന്നതിനുള്ള ബുദ്ധിമുട്ടുകളും പ്രവാസികളെ അലട്ടുന്നുണ്ട്. അതുപോലെ വീണ്ടും ഒരു തൊഴിൽ മേഖല കൂടി സൗദി സ്വദേശിവത്കരിക്കാൻ ഉറച്ച തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇത്തവണ പണി കിട്ടിയിരിക്കുന്നത് ഡ്രൈവർമാർക്കാണ്. സൗദി അറേബ്യയിൽ ഹെവി വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാരുടെ ജോലി പൊതുഗതാഗത അതോറിറ്റി സ്വദേശിവത്കരിക്കുകയാണ്. ഇതിനായി ഒരു ഹോൾഡിംഗ് കമ്പനിയുമായി കരാർ ഒപ്പിട്ടതായി പബ്ലിക് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. ഹെവി ഡ്രൈവർ ജോലിക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഡ്രൈവിംഗ് പരിശീലനവും മെഡിക്കൽ പരിശോധനയും ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കുന്നതിനുള്ള ചെലവുകളും സൗജന്യമായിരിക്കും. കൂടാതെ മാനവ വിഭവശേഷി സാമൂഹിക വികസന ഫണ്ടിൽ നിന്ന് വേതന പിന്തുണ ലഭിക്കുമെന്നും അതോറിറ്റി വിശദീകരിച്ചു. ഗതാഗത ലോജിസ്റ്റിക് മേഖലയിൽ ജോലികൾ ചെയ്യാൻ സ്വദേശികളെ പ്രാപ്തരാക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോഴത്തെ ഈ നടപടി. രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് കുറയ്ക്കുന്നതും പദ്ധതിയുടെ ലക്ഷ്യമാണ്. കൂടാതെ തൊഴിൽ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും കരാർ ലക്ഷ്യം വെക്കുന്നു. ഇതിലൂടെ ലോജിസ്റ്റിക് സേവനങ്ങളുടെ വികസനവും സാമ്പത്തിക സുസ്ഥിരതയും ഉറപ്പുവരുത്താനാകുമെന്നും അതോറിറ്റി പ്രതീക്ഷിക്കുന്നു. സ്വകാര്യ മേഖലയിലെ ജീവനക്കാരുടെ തൊഴിൽ സ്ഥിരത ഉറപ്പുവരുത്തുന്നതിനുള്ള പരിഷ്കരിച്ച നിദാഖാത് പദ്ധതിയും മന്ത്രാലയം നടപ്പിലാക്കി വരുന്നുണ്ട്. പദ്ധതിയുടെ രണ്ടാം ഘട്ടം കഴിഞ്ഞ ദിവസം മുതൽ പ്രാബല്യത്തിലായി. സ്വദേശികൾക്ക് സ്വകാര്യ മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി. നിലവിൽ പച്ച, പ്ലാറ്റിനം വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഇനി മുതൽ 2 മുതൽ 5% വരെ സ്വദേശികളെ അധികമായി നിയമിക്കണം എന്നതാണ് വ്യവസ്ഥ. രാജ്യത്തെ സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളിൽ സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്നതിനായി 2021 ഡിസംബറിലാണ് പദ്ധതിയുടെ ആദ്യഘട്ടം ആരംഭിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ച രണ്ടാം ഘട്ടത്തിൽ നിലവിൽ പച്ച, പ്ലാറ്റിനം വിഭാഗത്തിലുള്ള സ്ഥാപനങ്ങളിൽ അധികമായി 2 മുതൽ 5% വരെ സ്വദേശികളെ നിയമിക്കണം. അല്ലാത്ത സ്ഥാപനങ്ങൾ ചുവപ്പ് വിഭാഗത്തിലേക്ക് തരം താഴും. ഇതോടെ ഇത്തരം സ്ഥാപനങ്ങൾക്കുള്ള സർക്കാർ സേവനങ്ങൾ നിർത്തലാക്കും. ഇത്തരം സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് സ്പോൺസറുടെ അനുമതിയില്ലാതെ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് തൊഴിൽ മാറാവുന്നതുമാണ്. പരിഷ്കരിച്ച നിദാഖാത് അനുസരിച്ച് വ്യവസായ, കോൺട്രാക്ടിംഗ്, റെസ്റ്റോറന്റ് മേഖലയിൽ 12%, ഫാസ്റ്റ് ഫുഡ് മേഖലയിൽ 14%, ഹോട്ടലുകളിൽ 22%, ബഖാലകളിൽ 13%, കോഫി ഷോപ്പുകളിൽ 15% സൗദികളെ നിയമിക്കണം. ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ മേഖലയിൽ 20% സൗദികൾ വേണം. വിദേശ സ്കൂളുകളിൽ 5% സ്വദേശിവത്കരണമുള്ളൂ. എന്നാൽ ധനകാര്യ സ്ഥാപനങ്ങളിൽ 50%, മൊബൈൽ ഷോപ്പുകളിൽ 82% സൗദികളായിരിക്കണം. ടെലികോമിൽ 25%, IT-യിൽ 15%, റിക്രൂട്ട്മെന്റ് സ്ഥാപനങ്ങളിൽ 75% സ്വദേശികളെ നിയമിക്കണമെന്നുമാണ് പരിഷ്കരിച്ച വ്യവസ്ഥകൾ. ഈ വ്യവസ്ഥകൾ കൃത്യമായി പാലിക്കുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഇളം പച്ച വിഭാഗത്തിൽ തുടരാൻ സാധിക്കൂ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.